നമസ്തേ. ശ്രീരേഖ രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ എടുക്കാൻ അല്പം ലേറ്റ് ആയിട്ടോ. അമ്പലത്തിൽ താലപ്പൊലിയാണ്. നമ്മുടെ ഇവിടുത്തെ മരട് കൊട്ടാരം ക്ഷേത്രത്തിൽ താലപ്പൊലിയാണ് ഇന്നും നാളെ. അപ്പോൾ അമ്പലത്തിലായിരുന്നു, വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് വീഡിയോ എടുക്കാനും ലേറ്റായി. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഇതുവരെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടോ. എല്ലാവർക്കും ചൂട് സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില ജെല്ലുകൾ ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ ഹൈബിസ്കസ് ആണ് ഞാൻ മെയിനായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അത് വളരെയധികം തലയ്ക്കും തലമുടിക്കും ഒക്കെ നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. മുടി വളരും ചെയ്യും. അപ്പോൾ ഈ നീർപ്പിടുത്തം ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ രാത്രി തേക്കാം കേട്ടോ. അല്ലാത്തവർ തേച്ചിട്ട് ഡേ ടൈമിൽ തേച്ചിട്ട് കഴുകിക്കളയാം. ഓവറായിട്ട് ചില ആൾക്കാർക്ക് തലയിൽ തണുപ്പ് വെച്ചിരുന്നാൽ ബുദ്ധിമുട്ടാവും, നീരിറക്കൊക്കെ വരും. അപ്പം അങ്ങനെയുള്ളവരാരും ഓവർനൈറ്റ് ഒന്നും വയ്ക്കരുത് കേട്ടോ. പിന്നെ ഒരു അമ്മ മകൾക്ക് വേണ്ടി ചോദിച്ചു, സ്കാൽപ്പ് എപ്പോഴും സ്വെറ്റിംഗ് ആണ്, എപ്പോഴും ഇങ്ങനെ വേർപ്പുണ്ട്, പിന്നെ ചൊറിച്ചിലുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മെയിനായിട്ടും ഈ സ്വെറ്റിംഗ് പല റീസൺ കൊണ്ടുണ്ടാവാം. നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ച് നമുക്ക് ഇതുപോലെ സ്വെറ്റിംഗ് ഉണ്ടാകാം കേട്ടോ. സ്വെറ്റ് ഗ്ലാൻസ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവും. നമ്മുടെ പാമിലുണ്ടാവും, കയ്യിലുണ്ടാവും, കാലിലുണ്ടാവും, ഫേസിലുണ്ടാവും, സ്കാൽപ്പിലുണ്ടാവും. അങ്ങനെ ഓരോ ഭാഗത്തും സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ ഇത് ഫങ്ഷൻ കൊണ്ടിട്ട് നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓവറായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വേർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവാം, സ്ട്രെസ് കൊണ്ട് ഉണ്ടാവാം, ആൻസൈറ്റി കൊണ്ട് ഉണ്ടാവാം, പിന്നെ കൂടാതെ ഡയറ്റ് പ്രശ്നം ഉണ്ടാവാം. ഇതിൻ്റെയൊക്കെ നമുക്ക് വേണ്ട പ്രോട്ടീൻ കാര്യങ്ങൾ കിട്ടാതെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഈ സ്വെറ്റ് ഗ്ലാൻസ് എക്സസീവ് ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള വേർപ്പും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. തലയിൽ ചൊറിച്ചിലും ഉണ്ടാവും അങ്ങനെയാകുമ്പോൾ. അപ്പം നമ്മൾ ഇതിനെ ആയിട്ട് അതായത് ഇതുപോലെ ഉള്ള ഇങ്ങനെയുള്ള ഓവറായിട്ട് ചിലവർ പെട്ടെന്ന് വേർക്കണമാണോ അല്ലേ, ഫേസൊക്കെ പെട്ടെന്ന് വേർക്കും. ഇതിൻ്റെ എക്സസീവ് ആയിട്ടുള്ള ആക്റ്റീവാണ് കേട്ടോ, ഓവർ ആക്റ്റീവ് എന്ന് പറയും നമ്മൾ. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ റീസണാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഇംബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടാകും ഹോർമോൺ. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇതാവാം. പിന്നെ ഉറക്കമില്ലായ്മ, ആൻസൈറ്റി, ഇതെല്ലാം കൊണ്ട് നമുക്ക് ശരീരം മൊത്തം അതിൻ്റെ ഓർഗൻസിൻ്റെ ഫങ്ഷൻസിനെ തന്നെ ബാധിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഇതുപോലെ വേർപ്പൊക്കെ ഉണ്ടാവാം. പിന്നെ വേർത്ത് കഴിയുമ്പോഴത്തേക്കും ശരീരമാണെങ്കിലും സ്കാൽപ്പാണെങ്കിലും ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെടും അല്ലേ. ഇതുപോലെ ചിലവർക്ക് കൈയായിരിക്കും എപ്പോഴും വയർത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ബോഡിയാണ് ഇതുപോലെ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടരുത് കേട്ടോ. ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വേണം ഇടാനായിട്ട്. പിന്നെ മുടി തലയ്ക്ക് സ്കാൽപ്പിനാണെങ്കിൽ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. ധാരാളം വെള്ളം കുടിച്ചും എപ്പോഴും ഞാൻ പറയുന്ന പോലെ സ്കാൽപ്പൊക്കെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ആൻസൈറ്റി കുറയ്ക്കുക കേട്ടോ, സ്ട്രെസ്സ് കുറയ്ക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യുക, എക്സർസൈസ് ചെയ്യാം നമുക്ക് കേട്ടോ. അങ്ങനെ എക്സർസൈസ്, യോഗ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, അലോവര ഉണ്ടല്ലോ, കറ്റാർ വാഴ. ഈ കറ്റാർ വാഴയും പ്ലസ് ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. ഈ അലോവരയും ഒലിവ് ഓയിലും കൂടി അതെങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അലോവരയുടെ 2 സൈഡിൻ്റെ മുള്ളി കളഞ്ഞിട്ട്, അപ്പോൾ ആദ്യം വെട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ. അതൊരു വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ആ മഞ്ഞ ദ്രാവകം, ഇതിൻ്റെ ഉള്ളിലൊരു മഞ്ഞ ദ്രാവകമുണ്ട്. ആ മഞ്ഞ ദ്രാവകം പോയി തീർന്നിട്ട് വേണം ഇത് നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ തലയ്ക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. ഫേസിലാണെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ചൊറിച്ചിലുണ്ടാകും. അപ്പം നമ്മൾ ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ ഇറക്കി വയ്ക്കുമ്പോഴത്തേക്കും, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇറക്കി വയ്ക്കുമ്പോഴത്തേക്കും അതിൽ മഞ്ഞ വെള്ളമൊക്കെ പോകണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ 2 സൈഡിലെ മുള്ള് കളഞ്ഞ് മുകളിലത്തെ തൊലി കളഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ട് നമുക്ക് അല്പം ഒലിവ് ഓയിൽ വേറെ പാത്രത്തിലെടുത്തിട്ട് ആ ഒലിവ് ഓയിൽ മുക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 2 പ്രോബ്ലം ഇല്ലാണ്ടാവാം. വിയർക്കലും മാറും, പിന്നെ ചൊറിച്ചിലും മാറും കേട്ടോ. വിയർക്കലിനും തല ചൊറിച്ചിലിനും തലയ്ക്ക് ചൂടിനും ഇത് ഏറ്റവും ബെസ്റ്റാണ്. അലോവറ പ്ലസ് ഒലിവ് ഓയിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. സ്വെറ്റിങ്ങിനൊക്കെ നല്ലതാണ്.
സ്കാൽപ്പിലുള്ള ചൊറിച്ചിലിനും ഒക്കെ ഗുണം ചെയ്യും. അപ്പോൾ നമുക്കതനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക് പോവാം, അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് അകത്തേക്ക് മരുന്നുണ്ട്, അത് ഒരു ഡോക്ടറെ കണ്ട് തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലൂടെ തന്നെ കഴിക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ വീഡിയോയിലൊന്നും പറയാൻ പറ്റില്ലത്. ഒരു ഡോക്ടറെ തന്നെ കണ്ടിട്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അകത്തേക്കുള്ള മരുന്നൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ ഹോർമോൺ ഇംബാലൻസ് വരുമ്പോഴും ഇതുപോലെ വരാം കേട്ടോ. തലയിൽ മാത്രമാണോ സെറ്റിംഗ് എന്ന് പറഞ്ഞില്ല, ചിലപ്പോൾ ചിലർക്ക് കയ്യിലൊക്കെ ഉണ്ടാവാം കേട്ടോ. പിന്നെ മോളുടെ വയസ്സും അറിയില്ല, എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ മിക്കവാറും കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഇത് വരാനുള്ള ചാൻസ് ഇതാണ് കേട്ടോ. അപ്പോൾ അതിനൊട്ടും വിഷമിക്കേണ്ട. അപ്പോൾ ഈ പുറമെ അപ്ലൈ ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ അലോവേരയും പ്ലസ് ഒലിവ് ഓയിലും കൂടി അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. മുടി വളരുകയും ചെയ്യും, മുടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, അതുപോലെ തന്നെ ഈ ചൊറിച്ചിലൊക്കെ മാറും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 തവണ അത് ഉപയോഗിച്ചോളൂ. ശാലിനി രാധാകൃഷ്ണൻ ചെയ്യും, നമുക്ക് പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല കേട്ടോ. എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഈ പരിഹാരത്തിനുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. യൂറിൻ പാസ് ചെയ്യുക, ഇതൊക്കെയാണ് വേണ്ടത്. മോളോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറയൂ കേട്ടോ. അതുപോലെ വൈകുന്നേരങ്ങളാണെങ്കിലും മുടി പിന്നിയിട്ടിട്ട് ഇതുപോലെ ശ്രദ്ധിക്കാം കുറച്ച് ദിവസത്തേക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഈ നേരത്തെ പറഞ്ഞ ഹൈബിസ്കസും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കാരണം മുടി ഹൈഡ്രേറ്റ്, പിന്നെ അതുപോലെ സ്കാൽപ്പും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ മുടി ഫ്രീസ് ആവണം, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഫ്രീസി ഹെയറിന് പറ്റുന്ന മാർഗം എന്താണെന്ന് ചോദിച്ചു. ഈ ഫ്രീസി ഹെയറിന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കറ്റാർവാഴ. ഇപ്പോൾ പറഞ്ഞ ഈ കറ്റാർവാഴയും ഒലിവ് ഓയിലും അതിന് ബെസ്റ്റാണ് കേട്ടോ. ഫ്രീസി ഹെയറിനും ഏറ്റവും ബെസ്റ്റാണ് ഇത് കറ്റാർവാഴയും ഒലിവ് ഓയിലും. അപ്പോൾ അത് വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് ചൊറിച്ചിലിനും സ്കാൽപ്പിനുള്ള ചൊറിച്ചിലിനും കൂടി ബെസ്റ്റാണ്. ചില സംഭവങ്ങൾ ഒരെണ്ണം തേച്ചാൽ മതി, നമുക്ക് പലതിനും ഗുണം ചെയ്യും. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത് മുടി ഡ്രൈനെസ് ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് മുടി സ്കാൽപ്പൊക്കെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, യൂറിൻ പാസ് ചെയ്യുക, ഡേ ടൈമിൽ വേണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുറേ പ്രോബ്ലംസ് തന്നെ മാറും കേട്ടോ. അതുപോലെ നല്ല നല്ല വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കഴിക്കുക. നമ്മൾ ഇംബാലൻസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഹോർമോൺ കേട്ടോ. ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പോഷകാഹാരം കുറഞ്ഞു പോകും. അങ്ങനെയും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും, മറ്റുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അകത്തും പുറത്തും ഒരേപോലെ കീപ്പ് ചെയ്ത് പോകണം കേട്ടോ. ശ്രീലക്ഷ്മി സുദർശൻജി, വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ടും കമൻസും ഒക്കെയാണ് എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ 1-2 തവണ നിങ്ങൾ ഇതുപോലെയുള്ള ഓയിലും ജെല്ലൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. ജെല്ല് നമുക്കിപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഈ കറ്റാർവാഴ പറഞ്ഞു, കറ്റാർവാഴയുടെ കൂടെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും മുടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ ഞാൻ എന്നും പറയുന്ന പോലെ ഡ്രൈനെസ് ഇല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാത്തിനും നമുക്ക് മാർഗം ഉണ്ടാവും കേട്ടോ, പരിഹാരം ഉണ്ടാവും. മുടി കൈകൊണ്ട് വിടുത്തുക, അതുപോലെ നനഞ്ഞ മുടി കെട്ടിയിടാൻ പാടില്ല, നനഞ്ഞ മുടി കോംബ് ചെയ്യാൻ പാടില്ല. പിന്നെ പറഞ്ഞ പോലെ 2 നേരം കോംബ് ചെയ്യുക നമ്മൾ കേട്ടോ. അതൊരു മസാജാണ്. ഒരു 5-10 മിനിറ്റ് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് സ്കാൽപ്പിൽ മുഴുവനും ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു എക്സർസൈസും കൂടിയാണ്, മസാജാണ് കേട്ടോ. അത് മുടിയുടെ ഫോളിക്കിൾസ് വല്ലത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യാനും കൂടി നമുക്ക് ഗുണം ചെയ്യും. കൂടാതെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുമ്പോൾ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുമ്പോൾ നമുക്ക് ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആവും. അങ്ങനെ അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ധാരാളം മുടി വളരും കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കാം. ഇതെല്ലാം നമുക്ക് ഏറ്റവും വേണ്ട സംഭവങ്ങളാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും ഗുണപ്രദമാകുന്നത്. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. കുറച്ച് ലേറ്റ് ആയല്ലോ, അത് കാരണം നാളെയുണ്ട് കേട്ടോ താല്പര്യം. നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.